ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് CPM-ഉം BJP-യും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു CPM BJP സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് MP രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്ന ചിലപ്പോൾ സുരേന്ദ്രനായിരിക്കാം. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ CPM BJP സംയുക്ത ഇന്നോവ പരിപാടി എന്റെ നേർക്കെടുക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ പ്രതികരണം എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ, ഒരേ ആക്ഷേപങ്ങളാണ്, ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സയാമീസ് ഇരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട്. എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ UDF-ന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്, കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവിക്ഷനോട് കൂടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവരെ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിന്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ. ഞാൻ UDF-ലേക്ക് വരുന്ന സമയത്ത് UDF-ന് കേരളത്തിൽ ഭരണമില്ല, കോൺഗ്രസിന്റെ രാജ്യത്ത് ഭരണമില്ല. അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത്. തെരഞ്ഞെടുപ്പിന് മുൻപല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു. ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിന്റെ പേരിൽ, മനം മടുത്തതിന്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ, ഞാൻ വിശ്വസിച്ചു പോകുന്ന പ്രത്യയശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി UDF-ന്റെ മാനവികതര പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെ കുറിച്ച് നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഈ വീടെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് BJP-ക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. BJP-യെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ്. ഇന്നു മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും.